dear friends, welcome to this channel. ഇന്നത്തെ വിഷയം ത്രികോണത്തിൻ്റെ വശങ്ങളെ പറ്റിയുള്ളതാണ്. ഒരു ചോദ്യം നിങ്ങൾക്ക് കാണാം, അതിന് കുറേ ഉപചോദ്യങ്ങൾ കാണാം. ഇത് ചെയ്തു കഴിയുമ്പോൾ ത്രികോണ അസമത്വ സിദ്ധാന്തം അനുസരിച്ച് ത്രികോണം നിർമ്മിക്കാൻ പറ്റിയ വശങ്ങളെപ്പറ്റി മനസ്സിലാവും. ഓക്കെ, ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ത്രികോണത്തിൻ്റെ വശങ്ങളാവാൻ സാധ്യതയുള്ളവയ്ക്ക് ടിക്ക് മാർക്ക് രേഖപ്പെടുത്തുക. 16 ഉപചോദ്യങ്ങൾ കാണാം. അത് ഒന്നാമത്തത് 7, 8, 1 ഒക്കെ സെൻറ്റിമീറ്ററോ മീറ്ററോ ഏത് യൂണിറ്റ് ആയാലും കുഴപ്പമില്ല. 2, 7, 8, 2. 3, 7, 8, 3. അങ്ങനെ 16 എണ്ണത്തിലും നിങ്ങൾക്ക് ആദ്യത്തെ 2 വശങ്ങൾ 7, 8 തുടങ്ങുന്നത് കാണാം. മൂന്നാമത്തെ വശമായിട്ട് താഴോട്ട് നോക്കുമ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16 അങ്ങനെയാണ് മൂന്നാമത്തെ വശങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവയിൽ ഏതെല്ലാമാണ് ത്രികോണത്തിൻ്റെ വശങ്ങളാവാൻ സാധ്യതയുള്ളത് എന്നതാണ് വിഷയം. ഇതിന് ത്രികോണ അസമത്വ സിദ്ധാന്തം അനുസരിച്ച് നോക്കിയാൽ നമ്മൾക്ക് ടിക്ക് മാർക്കിടാൻ കഴിയുന്നതാണ്. ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി തിയറം അതെന്താണെന്ന് നോക്കാം. ഒരു ത്രികോണമാകണമെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും 2 വശങ്ങളുടെ അളവുകളുടെ തുക മൂന്നാമത്തെ വശത്തിൻ്റെ നീളത്തേക്കാൾ കൂടുതലായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നാമത്തേത് നോക്കാം. ചോദ്യം വായിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ നമുക്ക് വെറുതെ സ്പേസ് ആക്കി എടുക്കാം. ഒന്നാമത്തേത് 7, 8, 1. അപ്പോൾ ഏതെങ്കിലും 2 വശങ്ങൾ നമുക്ക് 7ഉം 8ഉം ആദ്യം എടുക്കാം. അപ്പോൾ 7 + 8 സമം 15 ആണ്. 7 + 8 സമം 15. 15 മൂന്നാമത്തെ വശം 1 ആണ്. അപ്പോൾ 15 1നേക്കാൾ കൂടുതലാണ്. ഇനി മറ്റ് 2 വശങ്ങൾ എടുത്തു നോക്കാം. 7ഉം 1ഉം ഈ വശവും ഈ വശവും. അപ്പോൾ 7 + 1 എത്രയാണ്? 8 ആണ്. മൂന്നാമത്തെ വശം 8 ആണ്. അപ്പോൾ അത് നോട്ട് ഗ്രേറ്റർ ദാൻ ഈസ് ഈക്വൽ ടു ആണ്. 8 എന്നുള്ളത് മൂന്നാമത്തെ വശത്തിന് സമമാണ്. ഇനി അടുത്ത വശം എടുത്ത് നോക്കാം. 8ഉം 1ഉം. 8 + 1 = 9 ആണ്.
8 + 1 = 9 ആണ്. മൂന്നാമത്തെ വശം 7 ആണ്. അപ്പോൾ ഇത് 7-നേക്കാളും വലുതാണ്. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഈ രണ്ട് സാധ്യതകളും ശരിയാണ്, പക്ഷേ നടുക്കത്തേത് ശരിയായി വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ത്രികോണം നിർമ്മിക്കാൻ സാധ്യമല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതേപോലെ നമ്മൾ ഓരോന്നും എടുത്തു നോക്കുമ്പോൾ 7 + 8 = 15. അപ്പോൾ ഇവിടെ > 2 ആണ്. അപ്പോൾ ഇത് ഓക്കെയാണ്. ഇനി രണ്ടാമത്തേത് 7 + 2 = 9 ആണ്. അവിടെ > 8. അപ്പോൾ രണ്ടാമത്തേത് അങ്ങനെ വരുന്നു. മൂന്നാമത്തേത് എടുക്കുമ്പോൾ 8 + 2 10 ആണ്. 10 7-നേക്കാളും വലുതാണ്. അപ്പോൾ ഈ ഒരു രണ്ടാമത്തെ കാര്യത്തിൽ 3 ശരിയായി വരുന്നു. ഇത് കൂടി നോക്കാം. 7 + 8 = 15 > 2. ഓക്കെ, ഇനി 7 + 2 = 9. ഇവിടെ is greater than 8. ഇത് ശരിയായി വന്നു, ഇതും ശരിയായി വന്നു. ഇനി 8 + 2 = 10. 8 + 2 = 10 > 7. ഇവിടെയും ശരിയായി വന്നു. അതുകൊണ്ട് തന്നെ ഈ വശങ്ങൾ ചേർന്ന ത്രികോണം നിർമ്മിക്കാൻ സാധ്യമാണ്. ഓക്കെ, ഇനി മൂന്നാമത്തേത് എടുക്കുമ്പോൾ 7 + 8 > 3. 7 + 8 15 ആണ്, > 3. പിന്നെ 7 + 3 10 > 8. പിന്നെ 8 + 3 11 > 7. അപ്പോഴും അവിടെയും 3 ശരിയായി വരും. നാലാമത്തേത് എടുക്കുമ്പോൾ 7 + 8 15 > 4. 7 + 4 > 8. 7 + 4 11 ആണ്, 8-നേക്കാളും കൂടുതലാണ്. 8 അടുത്തത് 8 + 4 12 ആണ്, > 7. അപ്പോൾ 3 ശരിയായി വന്നു. അതുകൊണ്ട് ടിക്ക് മാർക്ക് കൊടുക്കാം. അഞ്ചാമത്തത് 7 + 8 15 > 5. അത് ശരിയായി. പിന്നെ 7 + 5 12, 8-നേക്കാളും കൂടുതലാണ്. അതും ശരിയായി. അടുത്തത് 8 + 5 13 > 7. അപ്പോൾ 3 ശരിയായിരിക്കുന്നു. ഇത് നമുക്ക് ടിക്ക് മാർക്ക് കൊടുക്കാം. അടുത്തത് ആറാമത്തത് 7 + 8 15, അത് > 6. അത് ശരിയായി. അടുത്തത് 7 + 6 13 ആണ്, 8-നേക്കാളും കൂടുതലാണ്. അടുത്തത് 8 + 6 14 ആണ്, 7-നേക്കാളും കൂടുതലാണ്. അവിടെയും 3 ശരിയായി വന്നു. അടുത്തത് 7 + 8 15 7-നേക്കാളും കൂടുതലാണ്. അത് ശരിയായി. 7 + 7 14 ആണ്, 8-നേക്കാളും കൂടുതലാണ്. അത് ശരിയായി. 8 + 7 15 ആണ്, 7-നേക്കാളും കൂടുതലാണ്. അവിടെയും 3 ശരിയായി വന്നിരിക്കുന്നു.
അടുത്തത് എട്ടാമത്തെ 7 + 8 15 8-നേക്കാളും കൂടുതലാണ്. 7 + 8 15 8-നേക്കാളും കൂടുതലാണ്. 8 + 8 16 7-നേക്കാളും കൂടുതലാണ്. അവിടെയും ഓക്കെ ആയി. അടുത്തത് 9-ാമത്തെ 7 + 8 15 9-നേക്കാളും കൂടുതലാണ്. 7 + 9 16 8-നേക്കാളും കൂടുതലാണ്. 8 + 9 17 7-നേക്കാളും കൂടുതലാണ്. ഓക്കെ. ഇനി 10-ാമത്തേത്. അതുകൊണ്ട് നമുക്കിത് നോക്കാം. 7 + 8 15 > 10. അത് ശരിയാണ്. അടുത്തത് 7 + 10 = 17 8-നേക്കാളും കൂടുതലാണ്. ഇനി 8 + 10 8 + 10 18 7-നേക്കാളും കൂടുതലാണ്. അത് മൂന്നും ശരിയായി വന്നിരിക്കുന്നു. അപ്പോൾ 9 ഉം 10 ഉം ശരിയാണ്. 11 നോക്കാം. 7 + 8 15 11-നേക്കാളും വലുതാണ്. ശരിയാണ്. 7 + 11 18ആണ്. 8-നേക്കാളും വലുതാണ്. അത് ശരിയാണ്. അടുത്തത് 8 + 11 19ആണ്. 7-നേക്കാളും വലുതാണ്. അതുകൊണ്ട് അതും ശരിയാണ്. 12-ാമത്തെ ചോദ്യം നോക്കാം. 7 + 8 15 12-നേക്കാളും വലുതാണ്. മൂന്നാമത്തെ വശം 12ആണ്. 12-നേക്കാളും വലുതാണ്. 7 + 12 7 + 12 19ആണ്. 8-നേക്കാളും വലുതാണ്. 8 + 12 8 + 12 20ആണ്. 7-നേക്കാളും വലുതാണ്. അതും ശരിയായിരിക്കും. 13-ാമത്തെ ചോദ്യം. 7 + 8 15 13-നേക്കാളും വലുതാണ്. ശരിയാണ്. 7 + 13 7 + 13 = 20. 7
8നേക്കാളും വലുതാണ്, അത് ശരിയാണ്. 8 + 13 സമം 21. 7നേക്കാളും വലുതാണ്. 3 ശരിയായി വന്നിരിക്കുന്നു. അതുകൊണ്ട് ആ ത്രികോണവും നിർമ്മിക്കാൻ കഴിയുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് ടിക്ക് മാർക്ക് കൊടുക്കാം. 14ാമത്തെ ചോദ്യം. 7 + 8 15. 14 മൂന്നാമത്തെ വശം. ശരിയായി വന്നിരിക്കുന്നു. അടുത്തത് 7 + 14 സമം 21. 8നേക്കാളും വലുതാണ്, ശരിയായി വന്നിരിക്കുന്നു. അടുത്തത് 8 + 14 സമം 22. 7നേക്കാളും വലുതാണ്. അപ്പോൾ 3 ശരിയായി വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ത്രികോണം നിർമ്മിക്കാൻ കഴിയുന്നതാണ്. 15ാമത്തേത്. 7 + 8 രണ്ട് വശങ്ങൾ 15. മൂന്നാമത്തെ വശം 15ആണ്. മൂന്നാമത്തെ വശം 15ആണ്. അപ്പോൾ നമുക്ക് 15 > 15 അത് നമുക്ക് എഴുതാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സാധ്യത ശരിയാകുന്നില്ല. ഇവിടെ 15 = ആണ് വരുന്നത്. അത് ശരിയാകുന്നില്ല. അടുത്തത് 7 + 15 സമം 22 > 8 അത് ശരിയാണ്. ഇവിടെ 8 + 15 23. 7നേക്കാളും വലുതാണ്, അത് ശരിയാണ്. പക്ഷെ 2 ശരിയാകുമ്പോഴും 1 അവിടെ ശരിയല്ലാത്തതുകൊണ്ട് ത്രികോണ അസമത്വ സിദ്ധാന്തം അനുസരിച്ച് ശരിയല്ല. അതുകൊണ്ട് തന്നെ ഈ ത്രികോണം നിർമ്മിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് നമുക്ക് ടിക്ക് മാർക്ക് ഇടാൻ പറ്റില്ല. 16ാമത്തെ ചോദ്യം നോക്കാം. 7 + 8 സമം 15. മൂന്നാമത്തെ വശം 16ആണ്. അപ്പോൾ നമുക്ക് ഗ്രേറ്റർ ദാൻ എഴുതാൻ പറ്റില്ല, ലെസ് ദാൻ ആണ് അവിടെ വരുന്നത്. ലെസ് ദാൻ 16ആണ്. അതുകൊണ്ട് ഈ ഒരു സാധ്യത നമുക്ക് എടുക്കാൻ കഴിയില്ല. അടുത്തത് 7 + 16 സമം 23ആണ്. 8നേക്കാളും വലുതാണ്, അത് ശരിയാണ്. അടുത്തത് 8 + 16 സമം 24ആണ്, അതും ശരിയാണ്. പക്ഷേ ഒന്നാമത്തേത് ശരിയായി വരാത്തതുകൊണ്ട് ഏതെങ്കിലും 2 വശങ്ങളുടെ അളവുകളുടെ തുക മൂന്നാമത്തെ വശത്തിൻ്റെ നീളത്തേക്കാൾ കൂടുതൽ ആയിരിക്കണമെന്നത് ഈ ഒന്നാമത്തെ കാര്യത്തിൽ പാലിക്കാത്തതുകൊണ്ട് ആ ത്രികോണം നിർമ്മിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ടിക്ക് മാർക്ക് അവിടെ പറ്റും. അപ്പോൾ നമുക്ക് 3 എന്നാണ്
അതിൽ നിന്ന് ടിക്ക് മാർക്കിൽ നിന്ന് ഒഴിവായിരിക്കുന്നത്. 7, 8, 1 ഒന്നാമത്തെ ചോദ്യം. പിന്നെ 15, 16. അപ്പോൾ ഇവിടെ എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയാണ് 7, 8 തുടർച്ചയായിട്ട് എല്ലാറ്റിനും കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഏത് സംഖ്യകൾ കൊടുത്ത് നോക്കിയാലും ത്രികോണം പറ്റുമോ ഇല്ലയോ എന്ന് നോക്കാൻ എളുപ്പമാണ്. അങ്ങനെയാണ് ഇതിൻ്റെ ഉത്തരം. ഇത് PSC പരീക്ഷയ്ക്കും പിന്നെ മത്സര പരീക്ഷകൾക്കും USS പരീക്ഷകൾക്കും ഹൈസ്കൂളുകളിലെ പരീക്ഷകൾക്കൊക്കെ വരുന്നതാണ്. ഇത് മനസ്സിലാക്കിയെടുത്താൽ ഏത് സംഖ്യകളെടുത്താലും ത്രികോണമാകണം എങ്കിൽ അതിൻ്റെ ഏതെങ്കിലും 2 വശങ്ങളുടെ അളവുകളുടെ തുക നോക്കുക. എന്നിട്ട് മൂന്നാമത്തെ വശത്തിൻ്റെ നീളത്തേക്കാൾ കൂടുതലാണോ അല്ലയോ എന്ന് നോക്കിയാൽ ത്രികോണം നിർമ്മിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് മനസ്സിലാകുന്നതാണ്. ഓക്കെ, താങ്ക് യു.